أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ഖമറിലെ 23-ാമത്തെ ആയത്ത്. കസ്സബത്ത് സമൂദ് ബിൻ നുദുർ. കസ്സബത്ത് കളവാക്കി, സമൂദ് ഗോത്രക്കാർ, ബിൻ നുദുരി താക്കീതുകാരെ അല്ലെങ്കിൽ താക്കീതുകളെ അങ്ങനെയും വെക്കാം. ബിൻ നുദുരി താക്കീതുകാരെ കളവാക്കി. ആ സമൂദ് ഗോത്രത്തിന് നബി ആരാണ്? സമൂദ് ഗോത്രക്കാരുടെ അവരിലേക്ക് വന്ന നബി, അതാണ് കസ്സബത്ത് സമൂദ് ബിൻ നുദുർ. അതായത് ജമു നദീറിൻ്റെ മാനക്കാണ് കേട്ടോ. ബിൻ നുദൂർ ബിമാന മുന്തിർ, അപ്പം മുന്നറിയിപ്പ് നൽകുന്നവരെ കളവാക്കി. അതായത് ബിൽ ഉമൂരില്ലത്തി അൻസറഹും ബിഹാ നബിയുഹും സ്വാലിഹൻ. സാലിഹ് നബി അവർക്ക് നൽകിയ മുന്നറിയിപ്പുകളെ അല്ലേ, ബിൽ ഉമൂരില്ലെത്തി അവർ കളവാക്കി. ബിൽ ഉമൂർ ചില കാര്യങ്ങൾ. എങ്ങനത്തെ കാര്യങ്ങൾ? അൻസറഹും ബി അവകളെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നബിയുഹും സ്വാലിഹ് അവരുടെ നബിയായ സ്വാലിഹ് നബി. ആ നൽകിയ മുന്നറിയിപ്പുകളെ അവരെന്ത് ചെയ്തു? കളവാക്കി. ഇല്ലം തുഅ്മിനൂ ബിഹി അദ്ദേഹത്തെ വിശ്വസിച്ചില്ലെങ്കിൽ വയത്തബിഊഹു അദ്ദേഹത്തെ അവർ പിൻപറ്റുകയും ചെയ്തില്ല എങ്കിൽ അവർക്ക് സംഭവിക്കുന്ന മുന്നറിയിപ്പുകളെ അവർ കളവാക്കി എന്നാണ് പറഞ്ഞത്. ഫഖാലു എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലു അബശറം മിന്നാ വാഹിദൻ നത്തബിഉഹു ഇന്നാ ഇദൻ ലഫീ ളലാലിൻ വസുഉർ. അവരെന്താ പറഞ്ഞത്? ഫഖാലു അങ്ങനെ അവർ പറഞ്ഞു, അബശറൻ മിന്നാ വാഹിദൻ, അബശറൻ മിന്ന ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെയാണോ, വാഹിദൻ ഒരൊറ്റ മനുഷ്യനെയാണോ, ഒരു മനുഷ്യനെയാണോ നത്തബിഉഹു ഞങ്ങൾ പിൻപറ്റുക? അങ്ങനെ അപ്പം ഞങ്ങൾ തീർച്ചയായും ഇദൻ ലഫീ ളലാലിൻ വസുഉർ ഇദൻ അന്നേരം ലഫീ ളലാലിൻ വഴികേടിലും വസുഉരിൻ ഭ്രാന്തിലുമാകും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളിൽപ്പെട്ട ഒരാളെ ഞങ്ങൾ പിൻപറ്റുകയോ അപ്പോൾ ഞങ്ങൾ എന്താകും? വഴികേടിലും അതുപോലെ തന്നെ ഭ്രാന്തിലുമാകുമെന്നവർ പറഞ്ഞു. അപ്പോൾ അതിൽ ജലാലൈനിയുടെ തഫ്സീർ നമുക്ക് നോക്കാം. കണ്ട, ഫഖാലു അബശറം മിന്നാ വാഹിദൻ നത്തബിഉഹു ഇന്നാ ഇദൻ ലഫീ ളലാലിൻ വസുഉർ. ഫഖാലു അവർ പറഞ്ഞു, അബശറം മിന്നാ വാഹിദൻ നത്തബിഉഹു ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെയാണ് ഞങ്ങൾ പിൻപറ്റുക. അപ്പോൾ അവിടെ ഇനി അബശറം മിന്നാ വാഹിദൻ നത്തബിഉ എന്ന് പറഞ്ഞു. അവിടെ ഇനി എന്തുണ്ടത്? ഇസ്തിഗാൽ ബാബാണ്, അതായത് ഗ്രാമർ ചർച്ചയാണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? മനുഷ്യനെയാണോ ഞങ്ങൾ പിൻപറ്റുക? ഞങ്ങളിൽപ്പെട്ട ഒറ്റ മനുഷ്യനെയാണോ ഞങ്ങൾ പിൻപറ്റുക? അപ്പോൾ അതാ ഇസ്തിഫാമി മാന നഫീന മാനക്കാണ്, ഞങ്ങൾ പിൻപറ്റൂല എന്ന്. അൽ മാനിയു കൈഫ നത്തബി ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ പിൻപറ്റുക? വനഹ്നു ജമാഅത്തുൻ കസീറയാണ് ഞങ്ങളാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. വഹു വാഹിദൻ മിന്ന അദ്ദേഹം ഞങ്ങളിൽപ്പെട്ട ഒരാളാണ്. വലൈസബി മലക്കിൻ അദ്ദേഹം മലക്കൊന്നുമല്ലല്ലോ. അപ്പോൾ ഐ ലാ നത്തബിഹു ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റൂല എന്നവർ പറഞ്ഞു. ഞങ്ങൾ ഇനിത്തബഅനാഹു ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റിയ ലഫീ ളലാലിൻ ഐ ദഹാബിൻ അൻ സ്വവാബി ഞങ്ങൾ സത്യത്തെ തൊട്ട് പോയതിലാകും, അതായത് സത്യത്തെ വഴിപിഴച്ചതിലാകും. വസുഉരിൻ ജുനൂനിൻ ഭ്രാന്തിലുമാകും എന്നവർ പറഞ്ഞു. അടുത്ത ആയത്ത് എന്താ? ഔൽഖിയ ദിക്ർ അവർ തന്നെ പറയും, വീണ്ടും പറയും, ഔൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിനാ ബൽ ഹുവ കദ്ദാബുൻ അശിർ. ഔൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിനാ ഔൽഖിയ ദിക്റു വഹ്യ് ഇടപ്പെട്ടുവോ, വഹ്യ് നൽകപ്പെട്ടുവോ, അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ, മിൻ ബൈനിനാ നമ്മുടെ ഇടയിൽ നിന്ന്. ബൽഹുവ എന്നല്ല, ബൽഹുവ അദ്ദേഹം, ഹുവ കദ്ദാബുൻ അശിർ അഹങ്കാരിയായ വ്യാജവാദിയാണ്. കദ്ദാബൻ വെച്ചാൽ കള്ളനാണ്, അശിറൻ അഹങ്കാരിയാണ്. അപ്പോൾ അഹങ്കാരിയായ കള്ളവാദിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിന് മാത്രം വഹി കിട്ടുകയോ, വഹി ലഭിച്ചോ എന്നും അവർ ചോദിച്ചു.
ആ ഉൽഖിയ ദിക്റു അലൈഹിന് അവിടെ എന്താ പറഞ്ഞ വാഹി ദിക്റു വെച്ചാൽ വാഹി അദ്ദേഹത്തിന് നൽകപ്പെട്ടു പോന്നു. മിംബൈനിന നാം അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ വഹി നൽകപ്പെട്ടു. മിംബൈനിന നമ്മുടെ ഇടയിൽ നിന്ന്. ഐ ലം യൂഹയിലേഹി എന്ന് അവർ പറയണം. ലം യൂഹയിലേഹി അദ്ദേഹത്തിന് വഹി നൽകപ്പെട്ടിട്ടില്ല. ബൽഹുവ കദാബുൻ നഷിർ അദ്ദേഹത്തിലേക്ക് പറയപ്പെട്ട കാര്യം വഹി നൽകി എന്ന വിഷയത്തിൽ അദ്ദേഹം കള്ളനും അഷിറൻ മുത്തക്കബിറൻ ബത്തിറൻ എന്താണ് അഹങ്കാരിയുമാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശദീകരണം നമ്മളിൽപ്പെട്ട കേവലം സാധാരണക്കാരനായ ഒരാളത്രേ സ്വാലിഹ്. അവനെ നാം പിൻപറ്റണമെന്ന് വരുന്ന പക്ഷം നാം സമചിത്തതയില്ലാത്ത അതായത് കിറുക്കന്മാരും വഴിവെച്ചവരുമായിരിക്കുമല്ലോ. നാം എല്ലാം നിലവിലുള്ളപ്പോൾ അവന് മാത്രം അള്ളാഹുവിൽ നിന്നൊരു ദിവ്യബോധനം ലഭിക്കുന്നുവെന്നും മറ്റും പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? പക്ഷേ യഥാർത്ഥം അതൊന്നുമല്ല. അവൻ കള്ളവാദിയാണ്, തനി അഹങ്കാരിയാണ്. ഇതാണതിന് കാരണമെന്നൊക്കെ ആ ജനത പറഞ്ഞു. സാലിഹ് നബി അഭിമുഖീകരിച്ചുകൊണ്ട് അപ്പോൾ അള്ളാഹു അവർക്ക് മറുപടി പറയണം. അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കും. എന്താണ്? സയഅലമൂന അല്ലേ, സയഅലമൂന ഗദം മനിൽ കദ്ദാബുൽ അശ്ർ. സയഅലമൂന അവർ അറിയും, ഗദൻ നാളെ, മൻ ആരാണ്, അൽ കദ്ദാബുൽ അശ്ർ അഹങ്കാരിയായ കള്ളവാദി ആരാണ്, വ്യാജവാദി എന്ന് ശേഷം അവർ അറിയും. നാളെ അവർ അറിയും. അപ്പോൾ ഇവിടെ നാളെ എന്ന് പറഞ്ഞാൽ അവിടെ പല അഭിപ്രായമുണ്ട്. നാളെ വെച്ചാൽ എന്താണ്? ഗദൻ വെച്ചാൽ പിന്നെ ആഖിറത്തിൽ അറിയും. അപ്പോൾ ആ കദ്ദാബുൽ അശ്ർ ആരാണ് ശരിക്കും? അഹങ്കാരിയായ വ്യാജവാദി. വഹുവ അതുഹും അവർ തന്നെയാണ്. കാരണം ബിഅൻ യുഅദ്ദബു അലാ തക്ദീബിഹിം നബിയഹും സാലിഹൻ അവരെ ശിക്ഷിക്കപ്പെട്ടല്ലോ. അവരുടെ നബിയായ സ്വാലിഹ് നബിയെ കളവാക്കിയ കാരണം കൊണ്ട് അവരെ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ആ കള്ളവാദികൾ ആരാണ്? അവരാണ്, ആ ജനത തന്നെയാണ്. ഇനി അവർക്ക് കിട്ടിയ ശിക്ഷ എന്താണ്? അല്ല, ഇനി അവിടെ നമ്മൾ ഓതെന്ന് പറഞ്ഞാൽ നാളെ എന്ന് വെച്ചാൽ ആ ശിക്ഷ ഇറങ്ങിയ സമയത്ത് എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ഓതൻ എന്നത് വെച്ചിട്ട്. ഇനി അവർക്കെന്താ ശിക്ഷ? ഇന്നാ മുർസിലുന്നാഖതി ഫിത്നതൻ ലഹും ഫർതഖിബ്ഹും വസ്തബിർ. ഇന്നാ മുർസിലുന്നാഖതി നാം ഒട്ടകത്തെ അയക്കും. നാം ആകുന്നത് ഒട്ടകത്തെ അയക്കുന്നവനാണ്. ഫിത്നതൻ ലഹും അവർക്ക് ഫിത്നയായിട്ട്. ഫർതഖിബ്ഹും അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യുക? അങ്ങ് വീക്ഷിച്ചു കൊള്ളുക. വസ്തബിർ അങ്ങ് ക്ഷമിക്കുകയും ചെയ്യുക. അപ്പോൾ നാം ഒരു ഒട്ടകത്തെ അവർക്ക് പരീക്ഷണമായിട്ട് അയക്കും. അപ്പോൾ നബിയെ അങ്ങ് എന്ത് ചെയ്യുക? അവരെ വീക്ഷിക്കുക, അങ്ങ് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. ഒട്ടകത്തെ അയച്ച കാര്യം. ഇന്നാ മുർസിലുൻ നാഖത്തി ഫിത്നതൻ ലഹും ഫർതഖിബ്ഹും വസ്തബിർ. ഇന്നാ മുർസിലുൻ നാഖത്തി ഐ മുഖ്രിജുഹ മിനൽ ഹൽബത്തി സഹ്റത്തി കമാ സാലു. അപ്പോൾ അവർ ചോദിച്ചതുപോലെ പാറയിൽ നിന്ന് അവർക്ക് അള്ളാഹു എന്ത് ചെയ്തു? ഒരൊട്ടകത്തെ പുറപ്പെടുവിച്ചു. ഫിത്നത്തൻ അത് അവർക്ക് പരീക്ഷണത്തിന് വേണ്ടി, ലിനഖ്തബിറഹും അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യും? ഒരൊട്ടകത്തെ അയക്കുന്നതാണ് എന്ന് അള്ളാഹു ആരോട് പറഞ്ഞു? സാലിഹ് നബിയോട് പറയണം. ഫർതഖിബ്ഹും യാ സാലിഹ്, ഓ സാലിഹ് നബി അങ്ങ് എന്ത് ചെയ്യും? ഇൻതദിർ മാഹും സാനിഊന വമാ യുസ്നൗബിഹിം അവരെന്താണ് ചെയ്യുന്നതെന്നും അവരെ കൊണ്ട് എന്താണ് ചെയ്യപ്പെടുന്നതെന്നും അങ്ങ് എന്ത് ചെയ്യുക? നോക്കുക, അങ്ങ് വീക്ഷിക്കുക. വസ്തബിർ അങ്ങ് ക്ഷമിക്കുക. ഇസ്ബിർ അല ആദാഹും അവരുടെ ആ ബുദ്ധിമുട്ടിൻ്റെ മേൽ അങ്ങ് ക്ഷമിക്കുകയും ചെയ്യുക. വനബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മതും ബൈനഹും കുല്ലു ശിർബിൻ മുഹ്തളർ. വനബ്ബിഉഹും അങ്ങ് അവരോട് പറയണം. അന്നൽ മാഅ ഖിസ്മത്തും ബൈനഹും വെള്ളം അവർക്കിടയിൽ ഓഹരി ചെയ്യപ്പെട്ടതാണെന്ന്. അവർക്കിടയിൽ പങ്കാണ് വെള്ളം. കുല്ലു ശിർബിൻ മുഹ്തളർ ഓരോരുത്തരുടെ ഊഴത്തിനും
എന്താണ് തയ്യാറെടുക്കപ്പെടേണ്ടതുമാകുന്നു എന്ന് അവരോട് അങ്ങ് പറയുക. അതായത് വെള്ളം എന്തായിരിക്കും, ജനങ്ങൾക്കൊരു ദിവസവും ആ ഒട്ടകത്തിനൊരു ദിവസവും ആയിരിക്കുമെന്ന് അങ്ങ് അവരോട് പറയണം. അതാ പറഞ്ഞത് വനബിഹും അന്നൽ മഖ്സൂമൻ ബൈനഹും വൈനഹും ബൈനൻ നാഖത്തി, അതായത് യൗമുൻ ലഹും വയൗമുൻ ലഹ. ആ വെള്ളം എന്തായിരിക്കും, അവർക്കിടയിലും ഒട്ടകത്തിൻ്റെ ഇടയിലും ഓഹരി ചെയ്യപ്പെട്ടതാണ്, പങ്ക് ചെയ്യപ്പെട്ടതാണ്. അതായത് യൗമുൻ ലഹും ഒരു ദിവസം അവർക്കും, വയൗമുൻ ലഹ ഒരു ദിവസം ഒട്ടകത്തിനായിരിക്കും. കുല്ലു ഷുർബിൻ മുഹ്തദർ ഐ നസീബ് മിനൽ മായി, വെള്ളത്തിൽ നിന്നുള്ള വിഹിതം മുഹ്തദർ അതിന് ഹാജരാക്കപ്പെടുന്ന വെച്ചാൽ യഹ്ലുറുൽ ഖൗമു യൗമഹും, ജനങ്ങൾ അവരുടെ ദിവസം അവർ അതിന് ഹാജരാകും. വന്നാഖത്തു യൗമഹ, അതുപോലെ തന്നെ ഒട്ടകം അതിൻ്റെ ദിവസം അത് ഹാജരാകും. അപ്പോൾ ഓരോ ദിവസം ഉള്ള ദിവസം എന്ത് ചെയ്യില്ല, മറ്റുള്ളവർക്ക് അതിന് പങ്കില്ല. അവരുടെ ദിവസം മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വെള്ളം കുടിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഫതമാദു അലാ ദാലിക, അതിൻ്റെ മേലെ അവരങ്ങനെ കാലം കഴിഞ്ഞു. പക്ഷെ സുമ്മ മല്ലഹു, അതവരെ മടുപ്പിച്ചു. ഫഹമ്മു, അപ്പോൾ അവർ കരുതി ബി ഖത്ലിൻ നാഖത്തി, ആ ഒട്ടകത്തെ കൊല്ലാൻ കരുതി. ഒട്ടകത്തെ കൊല്ലാൻ അവർ കരുതി. പിന്നെ അതാ പറയുന്നത്, കൊല്ലാൻ കരുതിയ കാര്യം. ഫനാദൗ സ്വാഹിബഹും ഫതആതാ ഫഅഖർ, ഫനാദൗ സ്വാഹിബഹും, അങ്ങനെ അവരെന്ത് ചെയ്തു, അവരുടെ കൂട്ടുകാരനെ വിളിച്ചു, ചങ്ങാതിയെ വിളിച്ചു. ഫതആതാ ഫഅഖർ, അദ്ദേഹം വാളുപയോഗിക്കുകയും അതിനെ എന്ത് ചെയ്തു, കൊല്ലുകയും ചെയ്തു. ആ ഒട്ടകത്തെ എന്ത് ചെയ്തു, കൊന്നു. അഖർ, അറുത്തു. അതാ പറഞ്ഞത്. ഫകൈഫ കാന അദാബി വനുദുർ, അപ്പോൾ നമ്മുടെ ശിക്ഷയും നമ്മുടെ താക്കീതുകളും എങ്ങനെയായിത്തീർന്നു എന്ന് അങ്ങ് നോക്കുക. ഫകൈഫ കാന അദാബി, എങ്ങനെയായിരുന്നു എൻ്റെ ശിക്ഷയും എൻ്റെ മുന്നറിയിപ്പും എങ്ങനെയായിത്തീർന്നു. അതിന് ശിക്ഷ ഇനി പറയണ്ട കേട്ടോ, ശിക്ഷയാണ് അടുത്ത ആയത്തിൽ പറയാം. അപ്പോൾ നമുക്കതിൻ്റെ തഫ്സീറൊന്ന് നോക്കാം. എന്താണ് ഫനാദവ് സാഹിബഹും, സാഹിബ് എന്ന ഖിദാർ എന്ന അവരുടെ ചങ്ങാതിയെ വിളിച്ചു എന്നാ. ഫതആത്ത, എന്തിനു വേണ്ടി, ലി യഖ്തുലഹ, അതിനെ കൊല്ലാൻ വേണ്ടി. ഫതആത്ത ഐ തനാവല സൈഫ, അദ്ദേഹം വാളുപയോഗിച്ചു. ഫഅഖറ ബിഹിൻ നാഖത, ആ വാളുകൊണ്ട് ആ ഒട്ടകത്തെ കൊന്നു. ഐ ഖതലഹ മുവാഫഖത്തൻ ലഹു, അവരോട് യോജിച്ച്, അവരുടെ ആ വാക്കിനോട് യോജിച്ച് അദ്ദേഹം ആ ഒട്ടകത്തെ കൊന്നു. ഫകൈഫ കാന അദാബി വനുദുർ ഇൻദാരി ലഹും ബിൽ അദാബി ഖബ്ല നുസൂലിഹി, അദാബ് ഇറങ്ങുന്നതിന് മുമ്പ് അദാബ് കൊണ്ടുള്ള അവർക്കുള്ള മുന്നറിയിപ്പും എൻ്റെ ശിക്ഷയും എങ്ങനെയായി. ഐ വഖാ മൗഖിഅഹു, അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ സംഭവിച്ചു. ഇനി ബയ്യനഹു താല, അള്ളാഹ് വ്യക്തമാക്കുകയാണ് ഫിൽ ആയത്തി താലിയ, അടുത്ത ആയത്തിലൂടെ അവർക്ക് എന്താ ശിക്ഷ നൽകിയത്. സമൂദ് ഗോത്രത്തിനെ അള്ളാഹ് നശിപ്പിച്ചത് എങ്ങനെ, അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് അടുത്ത ആയത്തിൽ പറയണം. അതാ പറഞ്ഞത്, അതാണ് ഇന്നാ അർസൽനാ അലൈഹിം സൈഹതൻ വാഹിദ ഫകാനൂ കഹശീമിൽ മുഹ്തളിർ. ഇന്നാ അർസൽനാ അലൈഹിം, തീർച്ചയായും നാം അവരുടെ മേൽ അയച്ചു. സൈഹതൻ വാഹിദ, ഒറ്റ ശബ്ദം, അതായത് ഒരു ഘോരമായ ശബ്ദം. സൈഹത്ത് ഘോര ശബ്ദം, വാഹിദ് ഒറ്റ, ഒരു ഘോരമായ ശബ്ദം അയച്ചു. ഫകാനു, അപ്പോൾ അവർ ആയി. കഹശീമിൽ മുഹ്തളിർ, മുഹ്തളിറിൻ്റെ ഹശീമ് പോലെയായി. അതായത് ആലവളപ്പുകാരൻ്റെ ചില്ലിത്തുരുമ്പ് പോലെ ആയിത്തീർന്നു. കാശീം എന്ന് വെച്ചാൽ ചില്ലിത്തുരുമ്പ്, നുറുങ്ങ് കഷ്ണങ്ങൾ, നുരുമ്പുകൾ. മുഹ്തളിറെന്ന് വെച്ചാൽ കാലി വളപ്പുകാരൻ്റെ, കാലികൾക്ക് വേണ്ടി വളച്ച് കെട്ടിയ നുറുങ്ങ് കഷ്ണങ്ങൾ പോലെ, അവിടെ താഴെ വീണെടുക്കുന്ന നുറുങ്ങ് കഷ്ണങ്ങൾ പോലെ അവരായി. അതാണ് പറഞ്ഞത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ലിദ്ദിക്രി, ഓർമ്മിക്കാൻ വേണ്ടി, ഉപദേശത്തിന് വേണ്ടി. ഫഹൽ മിൻ മുദ്ദക്കിർ,
ഓർമ്മിച്ച് മനസ്സിലാക്കുന്ന വല്ലവനുമുണ്ടോ? അതിൻ്റെ വ്യാഖ്യാനം ഇന്നാ അർസൽന അലൈഹിം സൈഹത്തൻ വാഹിദ എന്ന് പറഞ്ഞു. നാം അവരുടെ മേൽ സൈഹത്തൻ വാഹിദ, ഒറ്റൊരു അട്ടഹാസം അവരുടെ മേൽ നാം അയച്ചു. അത് ജിബിരിയിലാണ് അട്ടഹസിച്ചതെന്ന് അല്ലേ. സാബിയും ജിബിരിയിലും ബിൽ യൗമിർ റാബി മിൻ അഖരി നാഖത്തി. അവർ ഒട്ടകത്തെ അറുത്ത 4-ാം ദിവസം എന്ത് ചെയ്തു? അവരെ കൊണ്ട് ജിബിരിയിൽ ഒരു അട്ടഹാസം അട്ടഹസിച്ചെന്ന്. വദാലിക അന്ന അഖറഹ യൗമു സലാസാ, അവരറുത്തത് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ സാലിഹ് നബി അവർക്ക് ശിക്ഷ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അവരെന്ത് ചെയ്തു? വാഖ്ബറും ബിഅന്നഹു യുസ്ബിഹൂന യൗമുൽ അർബിയായി സഫറൽ വുജൂഹി യൗമുൽ ഖംസി ഖംറുൽ വുജൂഹി വയൗമുൽ ഖംസി സൗദുൽ വുജൂഹി വഫിൽ യൗമി സബ്തി യൻസിലു ബിഹിമുൽ അദാബ്. അപ്പോൾ എന്താ പറഞ്ഞത്? സാലിഹ് നബി അവരോട് പറഞ്ഞിരുന്നു, ബുധനാഴ്ച നിങ്ങൾക്ക് മുഖങ്ങൾക്ക് മഞ്ഞ നിറമാകും, വ്യാഴാഴ്ച ചുവപ്പ് നിറമാകും, വെള്ളിയാഴ്ച കറുപ്പ് നിറമാകും, ശനിയാഴ്ച നിങ്ങളിൽ ശിക്ഷ ഇറങ്ങുമെന്ന്. അപ്പോൾ ആ പറഞ്ഞതുപോലെ കമാക്കാനൽ അമ്രു കമാ ദുഃഖിറ, പറയപ്പെട്ടതുപോലെ തന്നെ കാര്യമായി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫക്കാനു, അപ്പോൾ ഒറ്റ അട്ടഹാസം നാം അവരുടെ മേൽ അയച്ചു എന്ന് പറഞ്ഞല്ലോ. ഫക്കാനു, അപ്പോൾ അവർ ആയിക്ക ഹസീമിൽ മുഹ്തദിറിൻ്റെ ഹസീം പോലെ ചെന്തായി. ഹുവല്ലദി യജ്അലുൽ ഗനമിഹി ഹളീറത്തൻ മിൻ യാബിസി ഷജരി വ ഷൗക്കി യഫലുഹുന്ന ഫിഹാ മിനദ്ദിആബി വസ്സിബായി. ചെന്നായ്കളിൽ നിന്നും പിടിമൃഗത്തിൽ നിന്നും എന്താണ് ആടുകളെ മറ്റു കാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കും? അവർ ഒരു കെട്ടി ഉണ്ടാക്കുമല്ലോ. എന്തിൽ നിന്നും? മുള്ളും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ ഉണങ്ങിയതൊക്കെ കൊണ്ടിട്ട് ഒരു സംരക്ഷണം ഉണ്ടാക്കും. അതിനാണ് മുഹ്തദിർ. വമാ സഖത മിൻ ദാലിക ഫദാസത്തുഹു ഹുവൽ ഹസീം. അപ്പോൾ അതിൽ നിന്ന് താഴെ വീണത് അതിനെപ്പറ്റി ഹസീം എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ അവിടെ പറഞ്ഞത് എന്താ? അതേനെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? നുറുങ്ക് കഷ്ണങ്ങളെപ്പോലെ, അതായത് കാലി വളച്ചു കെട്ടിയ നുറുങ്ക് കഷ്ണങ്ങൾ പോലെ, അത് താഴെ വീണ് കിടക്കുന്ന നുരുമ്പ് കഷ്ണങ്ങളെപ്പോലെ, ചില്ലിത്തുരുമ്പ് പോലെ അവരാക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് ലൂത്ത് നബിയുടെ ജനതയുടെ നാശത്തെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സമൂദ് ഗോത്രക്കാരുടെ നാശമായിരുന്നു, സാലിഹ് നബിയുടെ ജനത. അവിടെ കുറച്ച് വിശദീകരണങ്ങളുണ്ട് അല്ലേ? അവിടെ എന്തൊക്കെ പറഞ്ഞ? സമൂദ് ഗോത്രത്തിന് ധിക്കാരം മുഴുത്തപ്പോൾ ഒരു അന്ത്യപരീക്ഷണമായി അള്ളാഹു അവരിലേക്ക് ഒരു ഒട്ടകത്തെ നിയോഗിച്ചയച്ചു. ആ ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരുടെ നാശത്തിന് ഹേതുവാകുമെന്നും അവരുടെ ജലാശയത്തിലെ വെള്ളം, അതാ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത്, വെള്ളം അവർക്കും ഒട്ടകത്തിനും ഊഴമായി പങ്കിടപ്പെടേണ്ടതാണെന്നും അവരവരുടെ ഊഴത്തിൽ അവരവർ വെള്ളമെടുക്കാൻ ചെല്ലേണ്ടതാണെന്നും അറിയിച്ചു. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കൂടുതൽ വിവരം സൂറത്ത് ഷൂറാ 155-156 കഴിഞ്ഞു പോയത് ഓർക്കുക. പരീക്ഷണത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് വീക്ഷിച്ചു കൊണ്ടിരിക്കുവാനും അവരുടെ ആക്രമണങ്ങളിൽ ക്ഷമ കൊള്ളുവാനും സാലിഹ് നബീനോട് അള്ളാഹു ഉപദേശിച്ചു. വെള്ളം അവർക്കിടയിൽ പങ്കാണ്. അന്നൽ മാ ഖിസ്മത്തും ബൈനഹും പറഞ്ഞില്ലേ എന്ന വാക്യത്തിൽ ഒട്ടകത്തിനും അവരെപ്പോലെ ഒരു പ്രത്യേക ഊഴ് നിശ്ചയിച്ചിരുന്നു എന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടില്ല. പക്ഷേ സൂറത്ത് ഷൂറായിൽ അതിനൊരു നിശ്ചിത വെള്ളം കൂടിയുണ്ട്. നിങ്ങൾക്കും ഒരു നിശ്ചിത ദിവസത്തെ വെള്ളം കൂടിയുണ്ട്. ലഹാ ഷിർബൻ വലക്കും ഷിർബൻ യൗമിൻ മാലൂം എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളം ഇന്നിന്ന ദിവസം ഒട്ടകത്തിന് ഇന്നിന്ന ദിവസം അവർക്കുമെന്ന് പ്രത്യേക ഊഴം നിശ്ചയിക്കപ്പെട്ടിരുന്നുവെന്ന് സ്പഷ്ടമാകുന്നു. ഒരു ഗോത്രത്തിലെ ജനങ്ങൾക്കെന്ന പോലെ ജലാശയത്തിൽ നിന്ന് ഒരു ഒട്ടകത്തിനും വെള്ളം കുടിക്കാനുള്ള അവകാശം ഇത്ര കണിശമായി നിശ്ചയിക്കപ്പെടുമ്പോൾ ആ ഒട്ടകത്തിന് എന്തോ ചില പ്രത്യേകതയോ അസാധാരണത്വമോ ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനറിയാം. പക്ഷേ ഏതെങ്കിലും ഒരു വസ്തുവിലോ ഒരു സംഭവത്തിലോ വല്ല വിധത്തിലുള്ള അസാധാരണത്വം കണ്ടേക്കുന്നത് സഹിക്കാൻ കഴിയാത്ത ചില പുത്തൻ വ്യാഖ്യാനക്കാർ അവർ പതിവ് പ്രകാരം ഇവിടെ ചില സാഹസങ്ങൾക്ക് മുനക്കെട്ട് കാണാം. അവർക്കിവിടെ ഉണ്ടായിരുന്ന വെള്ളം അവർക്ക് സമൂത് ജനതയ്ക്ക് മാത്രം പങ്കിടപ്പെട്ടതായിരുന്നുവെന്നല്ലാതെ
ഒട്ടകത്തിനും അവർക്കും അതിൽ പങ്കുണ്ടായിരുന്നുവെന്ന് പറയുന്നതിനോട് ഖുർആൻ യോജിക്കുന്നില്ലെന്നാണ് അവരുടെ വാദം. ജനങ്ങൾ വെള്ളം പങ്കിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒട്ടകം വെള്ളം കുടിക്കാൻ ചെന്നാൽ ആരും അതിനെ തടയുമെന്നതായിരുന്നു അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നതെന്ന് അവർ പറയുന്നു. ഇതെല്ലാം തട്ടിമുളിക്കുമ്പോൾ സൂറത്ത് ശുറായിലെ മേലുദ്ധരിച്ച വചനം അവർ മൂടിവെക്കുകയോ മറന്നുപോവുകയോ ചെയ്തിരിക്കുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി എവിടെ വെച്ച് ഇതേ ആളുകൾ തന്നെ ഇതിന് നേരെ വിപരീതവും പറഞ്ഞു കാണാവുന്ന, അതാണ് കൂടുതൽ ആശ്ചര്യം. ഇനി നമ്മളെ എതിരഭിപ്രായങ്ങളൊക്കെ പറയാം അല്ലേ. ഒട്ടകത്തിന് വെള്ളം ലഭിക്കാനുള്ള ഒരു നിശ്ചിത ഊഴവും നിങ്ങൾക്ക് കുടിക്കാനുള്ള ഒരു നിശ്ചിത ഊഴവും ഉണ്ടെന്നും ഇന്നിന്ന ദിവസങ്ങൾ ഒട്ടകവും ഇന്നിന്ന ദിവസം നിങ്ങളും വെള്ളം കുടിക്കണമെന്നും നിശ്ചയിക്കപ്പെട്ടിരുന്നതായി തുറന്ന ഭാഷയിൽ അവർ അറിഞ്ഞോ അറിയാതെയോ അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനൊരു ചെറിയ അപവാദം ഇവിടെ അവർ വരുത്തി വെച്ചിട്ടുണ്ട്. അതായത് വെള്ളത്താവളം ഒന്നിലധികം ഉണ്ടായിരുന്നുവെന്ന് ധരിപ്പിച്ചിരിക്കുന്നു. ഈ സൂറത്തിലെത്തിയപ്പോൾ അത് കേവലം ഒരു ജലാശയം മാത്രമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. എന്താവശ്യത്തിനാണ് ഇത്തരം പരസ്പരവിരുദ്ധം പരസ്യമായ ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇവർ മെനക്കെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അള്ളാഹു നമുക്കവർക്കും പുറത്തു തരികയും സൽബൂത്ത് നൽകുകയും ചെയ്യട്ടെ. ഏതായാലും സമൂത് ജനത ഒട്ടകത്തെ ആക്രമിക്കുവാൻ തന്നെ മുതിർന്നു. അത് അവർക്കൊരു ഭാരമായി അവർ കരുതി. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാനത് അതിൻ്റെ വിശദീകരണം പറഞ്ഞതാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് ഇപ്പം ഒട്ടകത്തെ വധിച്ചതാരാണ്? ഒട്ടകത്തെ വധിക്കുവാൻ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരനായ അവരുടെ ഒരു കൂട്ടുകാരൻ അവർ അതിന് ക്ഷണിച്ചു. അവനത് സ്വയം ഏറ്റെടുത്തു. വാളെടുത്ത് ഒട്ടകത്തിൻ്റെ കാൽക്കു വെട്ടി വീഴ്ത്തി അതിനെ കൊന്നുകളഞ്ഞു അല്ലേ. താമസം വിന അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി. ഒരൊറ്റ ഘോര ശബ്ദമാണ്. കാലികളെ താമസിപ്പിക്കാൻ നമ്മൾ കാശീമുൽ മുഹ്തദിർ എന്ന് പറഞ്ഞില്ല. എന്താണ്? കാലികളെ താമസിപ്പിക്കുവാൻ വേണ്ടി ചുള്ളിക്കൊമ്പുകളാൽ ഇടയന്മാർ വളച്ചു കെട്ടിയുണ്ടാക്കുന്ന കാലിവളപ്പുകളിൽ അവയുടെ ചില്ലുകളും കൊഴിഞ്ഞു വീണ് കിടക്കും അല്ലേ. അതുപോലെയായി ആ ഗോത്രക്കാർ. അതായത് അവരുടെ ശരീരങ്ങൾ നുറുങ്ങി ചിന്നി ചിതറിപ്പോയി എന്നാണ്. അപ്പോൾ അവിടെ മനസ്സിലായത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.